ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ സാധിച്ചത് രാധിക അവിടെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് മുത്തിന് സുഖമില്ല, ഡിപ്രഷൻ്റെ അസുഖമാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഒരു ട്രിപ്പ് പോവാണ് കാവ്യയും കൃഷ്ണയും മുത്തും കൂടിയിട്ട്. അങ്ങനെ കൃഷ്ണക്ക് അങ്ങ് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. രാധികനോട് ഒറ്റയ്ക്ക് എടുത്തിട്ട് ഈ സമയത്ത് ഇവിടെ വന്നൊട്ടും ശരിയായില്ലെന്ന് തോന്നുകയാണ്. അത് കാവ്യ എടുത്ത് പറയുമ്പോൾ കാവ്യം പറഞ്ഞത് അത് ശരി തന്നെയാണ്, പക്ഷേ മുത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ഡോക്ടറെ ഇടയ്ക്ക് വിളിച്ചിട്ട് കാവ്യ വളരെ സീരിയസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണത് സിദ്ധാർത്ഥ ഡോക്ടർ നമ്മുടെ കൃഷ്ണനെ വിളിക്കുകയാണ്. ശേഷം പറയുന്നുണ്ട് കാവ്യയുടെ അവസ്ഥ വളരെ സീരിയസ് ആണ്, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഞങ്ങളൊരു ട്രിപ്പിന് വന്നതെന്ന് പറയുമ്പോൾ ഡോക്ടർ ആകെ വഴക്ക് പറയാം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയല്ല അവർക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ആത്മാർത്ഥത കാണിച്ചുകൂടെ എന്നങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കൃഷ്ണക്കും ആകെ വിഷമമാണ്. കൃഷ്ണയും കാവ്യയും കൂടി ട്രിപ്പൊക്കെ പോയതിന് ശേഷം തിരിച്ച് മുത്തിനെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും രാധികയുടെ അവസ്ഥ വളരെയധികം സീരിയസ് ആവുക കേട്ടോ. ഡോക്ടർ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് മോൾക്ക് അത്രയും വയ്യായിരുന്നു, ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഡിപ്രഷൻ മോൾക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലേ മാത്രമല്ല ഇന്നത്തെ ദിവസം തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു ജീവൻ്റെ വിലയാണ് എന്നിങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് കൃഷ്ണയും കാവ്യ അറിയണത് രാധിക ശരിക്കും പറഞ്ഞാൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പറയും ഇനി 24 മണിക്കൂർ മാത്രമുള്ളൂ, 24 മണിക്കൂറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇനി ICUയിലേക്ക് മാറ്റേണ്ടി വരും, ഇനിയിപ്പോൾ കിടത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയുവാണ്. അങ്ങനെ ആ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ ഡോക്ടർ കൃഷ്ണക്കും കാവ്യക്കും കൊടുക്കണം. അതിനുള്ളിൽ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ രാധിക പിന്നെ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ലെന്ന് തറപ്പിച്ച് പറയാണ് ഡോക്ടർ. അങ്ങനെ കൃഷ്ണക്കാകെ വിഷമമാണ്ട് കാവ്യ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ട്രിപ്പും കാര്യങ്ങളൊന്നും വേണ്ടെന്ന്, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഞങ്ങളും ഇല്ലാത്തൊരവസ്ഥയെ മണിക്കുട്ടിയാണെങ്കിൽ ഒറ്റക്കായി ആ കുട്ടിയുടെ മനസ്സ് നീ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാവ്യനെ ആകെ വഴക്ക് പറയുവാണ്. എന്തായാലും രാധിക വളരെ സീരിയസ് അവസ്ഥയിൽ തന്നെ ആകുന്ന ഒരു പ്രൊമോ ആയിട്ട് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല കൃഷ്ണക്കും കാവ്യക്കും വളരെ കുറ്റബോധം തോന്നുവാണ് രാധികനോട് ഒറ്റക്കാക്കിയിട്ട് ട്രിപ്പൊക്കെ പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.